അല്ലാഹുവിന്റെ പരീക്ഷണം വരുമ്പോൾ തകരാൻ പാടില്ല. മനുഷ്യൻ തകർന്നു പോകാൻ പാടില്ല. ഗൗസുൽ ആസം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ലസീ തങ്ങളെ ദിക്ർ കേട്ടില്ലേ? നിങ്ങളൊന്ന് എഴുന്നേറ്റ് ചൊല്ലിക്ക, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എനിക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്, അല്ലാഹു എന്നെ നോക്കുന്നവനും കാണുന്നവനുമാണ്, അല്ലാഹു മഈ, അല്ലാഹു എന്റെ കൂടെയാണ്. ആ ബോധം നമുക്ക് വേണം. പരീക്ഷണം അല്ലാഹു തരും. അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ്? അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായില്ലേ? അവിടുത്തെ മുൻപല്ല് പൊട്ടി തെറിച്ചില്ലേ? അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചില്ലേ? അവിടുത്തെ തണ്ടലിൽ നിന്ന് അതാ രക്തം പൊട്ടി ഒഴുകിയില്ലേ? അവിടുത്തെ കഴുത്തിന് അതാ നീളമുള്ള മുണ്ടിട്ട് മുറുക്കിയിട്ട് കഴുത്ത് ജരിച്ചു കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചില്ലേ? അവിടുന്ന് നിസ്കരിക്കുന്ന സമയത്ത് അതാ ഒട്ടകത്തിന്റെ കുടലുകൾ കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിൽ ചാർത്തിക്കൊടുത്തില്ലേ? സുജൂദിൽ നിന്ന് തലയുയരാൻ കഴിയാതെ ബുദ്ധിമുട്ടിയില്ലേ? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പ അതേ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെയും പ്രസവിച്ചൽപ്പം കഴിഞ്ഞപ്പോൾ ഉമ്മയും വിട്ടുപിരിഞ്ഞു പോയില്ലേ? സഹായിച്ചുകൊണ്ടിരുന്ന ഖദീജ ബിയും അബൂ താലിബും ഒരേ സമയത്ത് അതാ അടുത്തടുത്തായി മരണപ്പെട്ടില്ലേ? ഇതിനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആരെങ്കിലുമുണ്ടോ? പരീക്ഷണങ്ങളൊക്കെയും അതാ സ്വർഗത്തിൽ ദറജ വർദ്ധിക്കാനാണ് കേട്ടോ, സ്ഥാനം കിട്ടാനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഗൗസുൽ ആസം തങ്ങൾ പറഞ്ഞത്, നം ഓ മോനെ, നം തഹത മീസാബിൽ ഖദ്രി, പടച്ചവന്റെ ഖദ്റിന്റെ പാത്തിയുടെ ചുവട നീ വിശ്രമിക്കണേ. അഥവാ അല്ലാഹു അവന്റെ ഖദ്റനുസരിച്ച് നിനക്ക് എന്താണോ ചൊരിച്ചു തരുന്നത് ആ പാത്തിയിൽ നിന്ന് ചൊരിച്ചു കിട്ടുന്നത് തൃപ്തിയോടെ സ്വീകരിക്കണേ. അല്ലാഹുവിന്റെ ഖദ്റനുസരിച്ച് നടക്കുന്ന പരീക്ഷണങ്ങളിലൊന്നും നീ പതറിപ്പോകല്ലേ. പരീക്ഷണങ്ങളുണ്ടാകും. പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പകരുന്നതിന് പകരം സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ചില സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ ഒന്നാണ് സ്വന്തം ഭർത്താവിനോട് തലാഖ് ചോദിക്കുന്ന പെണ്ണ്. അകാരണമായി സ്വന്തം ഭർത്താവിനോട് എന്നെങ്ങ് വിട്ടു തന്നെ, ഞാൻ വേറൊരാളെ പിന്നാലെ പോകുന്നു എന്ന് പറയുന്ന പെണ്ണ്, ഹറമല്ലാഹു അലൈഹൽ ജന്ന, സ്വർഗം ഹറാമാക്കിപ്പോയി. ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ഫോൺ എടുത്ത് ഭർത്താവ് ഉണ്ടാക്കിക്കൊടുത്ത വീട്ടിലിരുന്ന് അന്യപുരുഷനെ വിളിക്കുന്നവരെക്കാൾ വലിയ ചതി നടത്തുന്നവര് വേറെയുണ്ടോ? അള്ള വെറുത്തവര് വേറെയുണ്ടോ? ഇതുപോലെ സ്വന്തം ഭാര്യ എത്രയും ക്ഷമിച്ച് ഭർത്താവിനെ കാത്തിരിക്കുമ്പോ, വിദേശത്തോ പുറത്തോ തൊഴിലെടുക്കുമ്പോ ഭാര്യയെ വഞ്ചിച്ച് അന്യപെണ്ണിനെ നോക്കുന്നവരും അവരുടെ ചിത്രം പിടിച്ചെടുക്കുന്നവരും അവരെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നവരും അവരെ പോലെ ചതിയന്മാരുണ്ടോ? പടച്ച റബ്ബ് കാണാത്ത അറിയാത്ത രഹസ്യങ്ങളുണ്ടോ? ഖൽബ് റബ്ബിലേക്ക് തിരിക്കണ്ടേ ചെറു
ചെറുപ്പക്കാരെ, ഖൽബ് റബ്ബിലേക്ക് തിരിക്കണ്ടേ ഉമ്മമാരെ. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിനെ സ്നേഹിച്ച് അവനെ ആരാധിച്ച് അവനെ അംഗീകരിച്ച് അവനെ സമർപ്പിച്ച് ജീവിക്കാനൊരുങ്ങൂ. അള്ള കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കുവോ, അള്ള വിരോധിച്ചതൊക്കെ കൈയൊഴിക്കുവോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ, അവിടുത്തെ സഹാബത്ത് നമുക്ക് കാണിച്ചത് എന്താണോ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമിങ്ങൾ വരച്ച് കാണിച്ചത് എന്താണോ, ഇമാം ഗസാലി, ഇമാം നവവി, ഇമാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തുടങ്ങിയ മഹാന്മാര് നമുക്ക് കാണിച്ച വഴി എന്താണോ അതാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അവരതാ റബ്ബിനെ സ്നേഹിച്ചതുപോലെ, അവര് റബ്ബിൽ അർപ്പിച്ചതുപോലെ, അവര് റബ്ബിന് ഇബാദത്തെടുത്തതുപോലെ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഈ ആഖിറു സമാനിൽ ജീവിക്കുന്ന ചണ്ഡിതവറുകളായ നമ്മുടെ കഴിവിന്റെ പരമാവധി സൽക്കർമ്മം ചെയ്ത് ഈ മഹത്തായ മാസത്തെ, ഇനി വരുന്ന മാസങ്ങളെ ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റിലൂടെ, സലാത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, ധർമ്മങ്ങളിലൂടെ, കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നതിലൂടെ, ആദരിക്കേണ്ടവരെ ആദരിക്കുന്നതിലൂടെ, നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ശ്രമിക്കണേ മുസ്ലിമീങ്ങളെ. ഗ്യാരണ്ടിയില്ലാത്ത ശരീരത്തിന്റെ ഉടമകളാണ് ഞാനും നിങ്ങളും. ഇന്നിവിടെ വന്നപ്പോൾ 2 മരിച്ച വീടുകളിൽ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ആ മയ്യിത്തുകൾക്ക് അല്ലാഹു തആല സ്വർഗം നൽകട്ടെ. പെട്ടെന്ന് മരിക്കുന്നവരും രോഗത്തിൽ മരിക്കുന്നവരും ആർക്കുണ്ട് ഗ്യാരണ്ടി പറയാൻ? ഈ പാവപ്പെട്ട എനിക്ക് ഗ്യാരണ്ടിയില്ല. പ്രസംഗത്തിന് ഉപയോഗിക്കുന്ന മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ടാകാം, ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടിയില്ല. പ്രസംഗിക്കുന്ന എനിക്ക് ഗ്യാരണ്ടിയില്ല, നിങ്ങൾക്ക് ഗ്യാരണ്ടിയില്ല. കടവത്തൂരിൽ ഞാനിങ്ങനെ വയത് പറയുമ്പോ തൊട്ടടുത്ത് നിന്നതാ ഒരാള് പെട്ടെന്നങ്ങ് മരിച്ചുപോയി. അതാ മലപ്പുറം ജില്ലയിലെ ചെറുമുറ്റത്ത് വയത് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അതേ പെരിങ്ങത്തൂരിൽ ഒരു വലിയ പണ്ഡിതൻ വയത് പറഞ്ഞ് പകുതി സമയമായപ്പോ നിസ്കാരത്തിന് നിർത്തിയപ്പോൾ വയത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ഡിതനങ്ങ് മരിച്ചുപോയി. ചോദിക്കട്ടെ, ഗ്യാരണ്ടിയുണ്ടോ ശരീരത്തിന്? ഇല്ലെങ്കിൽ നമുക്കിവിടെ തോന്നിവാസികളായി ജീവിക്കാൻ പറ്റുമോ? ഓ ചെറുപ്പക്കാരെ, ഒരിക്കലും നജസ് കുടിക്കല്ലേ. അല്ലയോ ചെറുപ്പക്കാരാ, എല്ലാ ലഹരിയുള്ള പാനീയങ്ങളും നജസാട് കിട്ടുവോ? കള്ളോ ചാരായമോ, അതേ ബാറോ ബീറോ, നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ശരി, എല്ലാ ലഹരിയുള്ള പാനീയങ്ങളും നജസാട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. മൂത്രത്തിനും കാട്ടത്തിനുമൊക്കെ അല്പം വിട്ടുവീഴ്ചയുണ്ട് അല്ലേ? പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മൂത്രമൊഴിച്ചു, വെള്ളം കൊണ്ട് ശൗചം ചെയ്യാൻ സൗകര്യമൊന്നുമില്ല, കുറച്ച് ടിഷ്യൂ എടുത്ത് തുടച്ചാലും നിസ്കരിക്കാം. അതിന് ചില നിബന്ധനകളുണ്ട്. അതൊക്കെ ശനി വിദ്യാഭ്യാസം കൊണ്ട് മദ്രസയിൽ നന്നായി ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക്. സഹോദരന്മാര് ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാം. അത് വിസർജിച്ചാൽ, മലമൂത്ര വിസർജനം നടത്തിയാൽ ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ നിസ്കരിക്കാൻ പറ്റും. മുല കൊടുക്കുന്ന സ്ത്രീകള് കുട്ടികൾക്ക് മുല കൊടുക്കുമ്പോ കുട്ടികൾ ഇടയ്ക്ക് ഛർദിച്ചാ ഛർദിനേസ. പക്ഷെ ആ ഉമ്മയുടെ മുല വായിലിട്ട് ഊമ്പിയ കുട്ടി, ആ കുട്ടിയുടെ വായിൽ നിന്ന് ഛർദിയുടെ അംശം ഈ മുലയിൽ പുരളുമെന്നുറപ്പല്ലേ? പക്ഷെ ആ മുല കഴുകാതെ തന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാം. വിട്ടുവീഴ്ചയുണ്ട്. അത് വിട്ടുവീഴ്ചയാണ്. ഛർദി ചെയ്ത് വിട്ടുവീഴ്ച. അതുപോലെ കാറ്റത്തിനും മൂത്രത്തിനും വിട്ടുവീഴ്ച. പക്ഷേ ഒരുറ്റി ബ്രാൻഡി, വിസ്കി, ഒരുറ്റി കള്ള്, ഒരുറ്റി ചാരായം കുപ്പായത്തിലോ തുണിയിലോ ശരീരത്തിൽ ഊറ്റിപ്പോയാൽ 1000 ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ നിസ്കാരം പറ്റൂല.
അത് ത്വഹൂറായ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി നിറവും മണവും രുചിയും നീങ്ങണം. അത്ര ഗൗരവമുള്ളതാണ് മദ്യം, ലഹരിപാനീയം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ശരിബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ അല്ലാഹു അവനെ തീരത്തുൽ ഖബാലി കുടിപ്പിക്കും. സഹാബത്ത് ചോദിച്ചു, വമാ തീരത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, എന്താ നബിയേ തീരത്തുൽ ഖബാൽ? അവിടുന്ന് പറഞ്ഞു, അറഖു അഹ്ലിന്നാർ ഔ സാറത്തു അഹ്ലിന്നാർ, നരകത്തിൽ കിടക്കുന്ന ഫിർഔനും അബൂജഹലും ഉത്ബത്തും ശൈബത്തുമല്ലേ, അവരൊക്കെ ആ നരകത്തിലെ തീയിൽ നിന്ന് ഇവിടെയുള്ള തീന്റെ 70 ഇരട്ടി ചൂടുള്ള തീ. പടച്ച റബ്ബേ, ഈ ശഅബാനിൽ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇവിടെയുള്ള തീ തന്നെ ഒരു സെക്കൻഡും സഹിക്കാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. നിന്റെ ജഹന്നമിലിട്ട് ഞങ്ങളെ നീ കരിക്കരുത് അല്ലാഹ്. ആ ജഹന്നമിൽ കിടക്കുന്ന അബൂജഹലും ഉത്ബത്തും ശൈബത്തുമൊക്കെ ശരീരം പഴുത്ത് പൊള്ളിയിട്ട് പഴുത്ത് നീരൊലിക്കുമ്പോൾ, ചലമൊലിക്കുമ്പോൾ നീരും ചലവുമാണ് തീനത്തുൽ ഖബാൽ. അത് ലഹരി കുടിക്കുന്നവരെ അല്ലാഹു കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സുകളിലോ ഞങ്ങളുടെ നാടുകളിലോ കൂടുതൽ ചിന്തിക്കാതെ ദുർബല നിമിഷത്തിൽ ലഹരി ഉപയോഗിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ മാപ്പ് കൊടുക്കണേ അല്ലാഹ്. നല്ല മനസ്സ് കൊടുത്ത് തൗബയുടെ മനസ്സ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളാരും മഅസൂമീങ്ങളല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിലും മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളാരെയും നരകത്തിലിട്ട് ശിക്ഷിക്കരുതേ അല്ലാഹ്. ജീവിക്കുന്ന കാലം അല്ലാഹുവിനെ ഭയപ്പെട്ടും അല്ലാഹുവിനെ സ്നേഹിച്ചും തഖ്വയോടെ ജീവിക്കണം. അവിടെയാണ് മനുഷ്യന്റെ മഹത്വം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗമുണ്ടേ ഉമ്മമാരെ, സ്വർഗമുണ്ടേ കാരണവന്മാരെ, സ്വർഗമുണ്ടേ യുവാക്കളെ. ആ സ്വർഗത്തിൽ തലവേദനയില്ല, ജലദോഷമില്ല, ശ്വാസം മുട്ടില്ല, അലർജിയില്ല, കൈകാല് കടച്ചിലില്ല, വേദനയില്ല, നീരില്ല, അസുഖമില്ല, ക്യാൻസറില്ല, ഷുഗറില്ല, പ്രഷറില്ല, ഹാർട്ടിന് രോഗമില്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് ഇല്ല. അവിടെ അതാ ഒരു രോഗവുമില്ല, ഒരു മരുന്നിന്റെയും ആവശ്യമില്ല, ഒരു തളർച്ചയുമില്ല, ക്ഷീണവുമില്ല. അവിടെയുള്ള ഭക്ഷണത്തിന്റെ രുചികൾ വർണ്ണിക്കാൻ കഴിയില്ല, അവിടെയുള്ള ഇണകളുടെ ഭംഗികൾ വർണ്ണിക്കാൻ കഴിയില്ല. അതതാ ഈ ലോകത്തുള്ളതുപോലെ 60, 70, 80, 100 വർഷമല്ല, 100,000 വർഷമല്ല, 1000 കോടി വർഷമല്ല, കോടി 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 എന്ന് ഞാൻ മരണം വരെ പറഞ്ഞാലും തീരാത്ത കാലമാണ്. തീരാത്ത കാലം, അവസാനിക്കാത്ത ലോകം. സന്തോഷത്തോടെ അവിടെ ചീത്ത പറയാനാളില്ല, തെറി പറയാനാളില്ല, അസൂയക്കാരില്ല, അഹങ്കാരികളില്ല, അതെതിരാളിയില്ല. സന്തോഷത്തിന്റെ ജീവിതം, ആ സന്തോഷത്തിന്റെ ജീവിതത്തിന് വഴിവെക്കുന്നൊരു സദസ്സായി ഞങ്ങളെ ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം, ആ സ്വർഗത്തിന് വേണ്ടി ചിന്തിക്കണേ മുസ്ലിമേ, ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണേ മുസ്ലിമേ. അതിന്റെ വഴിയിലേക്ക് റബ്ബ് നമുക്ക് ഈമാൻ തന്ന് നമ്മെ തിരിച്ചിട്ടുണ്ട്. അതിന് റബ്ബിനെ എത്ര തന്നെ സ്തുതിച്ചാലും മതിയാകൂല. അതുകൊണ്ട് തന്നെ ദുനിയാവിലുള്ള ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ അതൊന്നും ഒരു പ്രശ്നമല്ല.